ജയൻ എന്റെ PA ആണ്. ഞാൻ മുടങ്ങാതെ ശമ്പളവും തരുന്നുണ്ട്. പക്ഷേ നമ്മൾ തമ്മിൽ കുറച്ച് ദിവസത്തേക്ക് കാണണ്ടാന്ന് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് കരുതിയാ. എന്തിനാടാ ജയ ഇങ്ങനെ കിടന്ന് കരയുന്നേ? ദേ നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുവേ. ഞാനേ മാനസികമായി ആകെ തളർന്നിരിക്കുക മാഡം. എന്തായാലും എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്തിന്? മറ്റേ ഗൺമാറ്ററേ. ദേ ആ മാറ്റർ ആരും അറിയരുതെന്ന് പറയാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചേ. എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ എന്നെ വേട്ടയാണോ മാഡം? ഈ കണ്ണടയ്ക്കുമ്പോഴേ ജയിലിൽ കിടക്കുന്ന ഋതികയുടെ മുഖം. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. പ്രശ്നമാവും. ഇതിപ്പോ ആരോടെങ്കിലും വിളിച്ച് പറയണം തോന്നിയ സത്യം. ആ അങ്ങനെയാണെങ്കിലേ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. അതേ മാർഗമുള്ളൂ മാഡം. എന്റെ മനസ്സിലാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. മാഡം എന്നെ കൊന്നേക്ക്. ഇത് വലിയ പുലിവാലായല്ലോ. പുലിവാലായി മാഡം. ഒരു വശത്ത് ജയിലിൽ കിടക്കുന്ന എന്റെ അളിയന്റെ ഭാര്യ ഋതിക, മറുവശത്ത് തുണയായി വേർപെട്ട പക്ഷിയെ പോലെ കുറുകുന്ന എന്റെ അളിയൻ. ഇത് കണ്ട് തകർന്ന എന്റെ അമ്മായിയപ്പൻ വേണുവാശൻ. മറ്റൊരു വശത്ത് അഗ്നിപുത്രിയെ പോലെ കരയുന്ന എന്റെ അമ്മായിയമ്മ രാധമ്മ. എടാ ജയ, ഇവിടെ കിടന്നിങ്ങനെ കരയരുതെന്നാ പറയുന്നേ. നാട്ടുകാര് കണ്ടാലേ എന്നെയാ തെറ്റിദ്ധരിക്കുന്നേ. മേഡം എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കൊന്നെത്താ. ആ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയ അതങ്ങ് മനസ്സിലിരിക്കട്ടെ.